എത്ര നേരമായിട്ട് പൊക്ക വരുവാ? ചിണ്ടു വേഗം വെള്ളം ഒഴിക്ക്. അക്കടം പൊക്കടം മാലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഏതവനാടാ എന്നെ ഇപ്പൊ വെള്ളം ഒഴിച്ച് ഉണർത്തിയത്? ഓ, അറ്റൻഡൻസ് അങ്കിൾ. അറ്റൻഡൻസ് അങ്കിളോ? ഈ അങ്കിള് വർഷത്തിലൊരിക്കൽ ഭൂമിയിലെ എല്ലാ ജിന്നുകളുടെയും അറ്റൻഡൻസ് എടുക്കും. എല്ലാവരും അവരവരുടെ ഉടമസ്ഥന്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. ചെണ്ടു, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? ഞാൻ രജിസ്റ്ററിൽ നിനക്ക് ആബ്സെന്റ് ഇടാൻ പോവുകയാണ്. സോറി അങ്കിൾ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. ഫെദർ ഓഫ് ഓൾ വെദർ. അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ വരട്ടെ. ജിൻഡുവിന്റെ പേരതിൽ തെളിയട്ടെ. അങ്കിളിന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? നീ പിന്നെ വെള്ളം ഒഴിച്ചോ? നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ചിണ്ടോ. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. നിന്നെ നല്ലൊരു പാഠം പഠിപ്പിക്കാം ഞാൻ. വീർ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നേക്കാം. ഇന്ന് അറ്റൻഡൻസ് അങ്കിള് ചിണ്ടുവിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വീർ വരൂ, നമുക്ക് പുറത്തു പോയി കളിക്കാം. ചുൾബുൾ, ഇത് കളിക്കാനുള്ള സമയമല്ല, സ്കൂളിൽ പോണ്ട സമയാ. വരൂ, നമുക്ക് പോകാം. ഭയങ്കരായിട്ട് വിശക്കുന്നു. വീർ, എനിക്ക് കുറച്ച് ക്യാരറ്റ് തരുവോ? അപ്പൂപ്പൻ മാർക്കറ്റിൽ പോയിരിക്കുക. നിനക്ക് വേണ്ടി ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടാവും. ഒരു പക്ഷെ നമ്മുടെ കയ്യിലും ആ മാജിക്കൽ ഫെദർ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഒരു മന്ത്രം പറഞ്ഞാൽ മതിയായിരുന്നു. വീർ, ആ മന്ത്രം എന്തുവായിരുന്നു? പ്ലീസ് ആ മന്ത്രം ഒന്ന് പറഞ്ഞു തരൂന്ന്. ഞാൻ ചിണ്ടുവിനോട് ആ മാജിക്കൽ ഫെദർ വാങ്ങിക്കോളാം. എന്നിട്ട് വിശക്കുമ്പോ ഒക്കെ ഞാൻ ആ മന്ത്രം പറഞ്ഞ് ക്യാരറ്റ് കഴിക്കും. ചുൾബുൾ, നീ വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നുണ്ട്. എന്നാ പിന്നെ ദാ കേട്ടോ, നിനക്ക് വേണ്ടി ഞാൻ ആ മന്ത്രം പറഞ്ഞു തരാം. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ക്യാരറ്റ് ഇങ്ങോട്ട് വരട്ടെ. ചുൾബുളിന് അതെല്ലാം തിന്നാൻ കിട്ടട്ടെ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷെ ഇവളെന്തിനാണ് ഇപ്പൊ ബോസിനെ ഇങ്ങനെ പൊക്കി പറയുന്നത്? ബോസിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും വീറിന്റെ മുമ്പിൽ ചീറ്റി പോയതല്ലേ. അതുകൊണ്ട് ബോസ് ഇങ്ങനെ എന്തോ നേടിയ ഭാവത്തിൽ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കടാ മണ്ട. ഇതൊരു റോബോട്ട് കാറാണ്. ഇത് വീറിനെ പിടിച്ചോണ്ട് ഇവിടേക്ക് കൊണ്ടുവരും. നീ ഈ കാറിനെ എടുത്തു കൊണ്ടുപോയി ആ വീറിന്റെ വീടിനടുത്ത് നിർത്താ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ റോബോട്ട് കാർ നോക്കിക്കോളും. രക്ഷിക്കണേ, വീർ, വീർ, ഹെൽപ്പ്, ഹെൽപ്പ്. ഒറ്റയ്ക്ക് ഇത് എവിടേക്ക് ഇറങ്ങാൻ പോകുന്നത്? എന്നെ കൂടെ കൊണ്ടുപോവാ വീർ. ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? നമ്മളെങ്ങനെയാ അകത്ത് കുടുങ്ങിപ്പോയത്? ഇത് റോബോട്ട് കാറാ. സ്വയമേ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് മിക്കവാറും ആ മാഡ് മാക്സിന്റെ പണിയായിരിക്കും. നീ പിന്നിലേക്ക് മാറ്. ഞാൻ ഇപ്പൊ ഇതിന്റെ ഗ്ലാസ് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ കാറിനകത്ത് എന്റെ ലേസർ ബീം ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പൂപ്പനോട് വിളിച്ചു ചോദിക്കാം. ഈ കാറിനകത്ത് ഫോൺ ജാമറും വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്പൂപ്പനെ കോൾ ചെയ്യാൻ കഴിയില്ല.
വീർ, നീ ഇപ്പോൾ എന്റെ അതിഥിയാണ്. ഞാൻ നിന്നെ മധുരമായി സൽക്കരിക്കാൻ പോവുകയാണ്. അത് ഒരിക്കലും മറക്കാനാകാത്ത സൽക്കാരമാണ്. ഇനി നമ്മളെങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? നീ വിഷമിക്കേണ്ട എമിലി, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാം. ഇത്ര നേരമായിട്ടും എന്താണ് ബ്ലാക്ക് സർക്കിൾ ഉണ്ടാകാത്തത്? ഉണ്ടാകും ബോസ്, ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഇനി ഒരു പക്ഷെ ബ്ലാക്ക് സർക്കിൾ ഉണ്ടായില്ലെങ്കിൽ പോലും വീർ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും. അതെങ്ങനെ? ബ്ലാക്ക് സർക്കിൾ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് നമുക്ക് വീറിനോടൊരു നുണ പറയാം. അപ്പൊ ബ്ലാക്ക് സർക്കിൾ എവിടെയാണെന്നറിയാൻ വീറ് മുകളിലേക്ക് നോക്കി നിൽക്കും. അവൻ അങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോ നമ്മൾ പുറകിൽ കൂടെ പതുങ്ങിച്ചെന്ന് ദേ ഇങ്ങനെ പിടിക്കും. എന്നെ വിടറാ, നീ എന്താ ആളെ കളിയാക്കുകയാണോ? നീ ഇത് കണ്ടില്ലേ ടിംബക്ടോ? ഈ ബ്ലാക്ക് സർക്കിളിനുള്ളില് എല്ലാ സാധനങ്ങളും പെട്ടുപോകും. അതിപ്പോൾ മെറ്റലുകൾ കൊണ്ടുണ്ടാക്കിയ ഏത് വസ്തുക്കളാണെങ്കിലും വീർ മെറ്റലുകൾ കൊണ്ടുണ്ടാക്കിയ പാർട്സ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ്. അതുകൊണ്ട് ഇത്തവണ അവന് രക്ഷയില്ല. പെട്ടെന്ന് ഇടിയും മിന്നലൊക്കെ ഇത് എവിടെന്ന് വന്നു? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാ. വീർ, നമുക്ക് ഇവിടുന്ന് ഓടിക്കളയാം. ഡാച്ചു 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 ഡാച്ചു. നീ എന്തിനാ ഇങ്ങനെ ഡാച്ചു ഡാച്ചു എന്ന് പറഞ്ഞു കിടന്ന് അലക്കുന്നേ? അപകടം വരുന്നുണ്ടെന്ന് ആൾക്കാരെ വാൺ ചെയ്യുകയാ ഞാൻ. പുതിയ ഗാഡ്ജറ്റ് ആയിരിക്കും. ആളുകളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അങ്ങോട്ട് പോരുത് വീർ, അത് ഭയങ്കര അപകടം പിടിച്ചതാണ്. അതിൽ ആൾക്കാരെ രക്ഷിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് ശരിക്കുള്ള വീരെന്ന്. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശരി, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാ. എന്താ അത്? അവിടെ അപകടമാണല്ലോ. അതിനകത്ത് കുടുങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ജിണ്ടു അവിടെ നിക്ക്, നീ എങ്ങോട്ടായി പോകുന്നത്? സ്റ്റുഡൻസ്, നാളെ നമ്മുടെ സ്കൂളിൽ ഇന്റർ സ്കൂൾ റോബോട്ട് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഖേദകരം എന്തെന്നാൽ ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഒരു സ്റ്റുഡന്റ് പോലും പങ്കെടുക്കുന്നില്ല. സർ, ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ് വീർ, ഐ ആം പ്രൗഡ് ഓഫ് യു. സാർ, യു ആർ പ്രൗഡ് ഓഫ് മീ ഓൾസോ. എന്തിന്? നീ അതിനെന്താ ചെയ്തത്? സർ, ഞാൻ ഉദ്ദേശിച്ചത് യു വിൽ ബി പ്രൗഡ് ഓഫ് മീ ആൾസോ എന്നാ. ഞാനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊണ്ടുവരും. പ്ലീസ് പ്ലീസ്, ഒരൊറ്റ റോബോട്ടിന്റെ കാര്യല്ലേ ഉള്ളൂ. ആരോടെങ്കിലും പറഞ്ഞൊന്ന് ഉണ്ടാക്കിച്ചാ പ്ലീസ്. സ്വന്തം മകന് വേണ്ടി ഇത്രയെങ്കിലും അച്ഛൻ ചെയ്യില്ലേ? നീ വെറുതെ എന്റെ പിന്നാലെ നടക്കണ്ട. റോബോട്ടിനെ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പപ്പണിയൊന്നുമല്ല. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് നാണം കെടും അച്ഛാ. ഇവന് റോബോട്ടിനെ വേണം, ഞങ്ങൾക്കാണെങ്കിൽ വീറിനെ വേണം. ചിലപ്പോ ബോസിന് ഇതൊരു ഗുണമായാലോ? മോനാ, നീ ഇത് കണ്ടില്ലേ? നമ്മുടെ ടിംബക്ടു വലിയൊരു ബുദ്ധിമാനായി മാറിയിരിക്കുകയാണ്. ഇവന്റെ പ്ലാൻ വളരെ നല്ലതാണ്. ഞാൻ ഇവനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊടുക്കും. അത് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് പോയി പങ്കെടുക്കുകയും ചെയ്യും. അത് കൂടാതെ ആ വീറിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്.
വീർ, ഇതാ കുറച്ച് പ്ലേറ്റും കപ്പുകളുമാണ്. ഇത് നമ്മൾക്ക് ഇനി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. താങ്ക് യു അപ്പൂപ്പ. ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാ. എനിക്ക് ഈ കോമ്പറ്റീഷൻ ഉറപ്പായും ജയിച്ചേ പറ്റൂ. വീർ, വെറുതെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ മാജിക് ഉപയോഗിച്ച് ഉണ്ടാക്കി തരാലോ. അക്കടം പക്കടം ആലം ഫാലം ഇകടം തിക്കടം ദം ദമാദം. കണ്ടില്ലേ, ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ശുദ്ധമായ നാടൻ റോബോട്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ കഴിവ് കണ്ടോ? ഇത് വളരെ ചെറുതല്ലേ ചിണ്ടു? ഇത് കുറച്ചുകൂടെ വലുതാക്കിയാ നല്ല രസമായിരിക്കും. അതിനെന്താ, ഇപ്പൊ വലുതാക്കാലോ. ഇനിയല്ലേ രസം. എന്റെ റോബോട്ടിനെ നീ കഴിച്ചോ? നിനക്ക് ഇത്ര ധൈര്യമുണ്ടോ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? മമ്മി, അച്ഛൻ എനിക്ക് റോബോട്ട് മേടിച്ചു തരുന്നില്ല. നിന്റെ അച്ഛനൊരു സയന്റിസ്റ്റ് ഒന്നും അല്ല നിനക്ക് റോബോട്ടിനെ ഉണ്ടാക്കി തരാൻ. നീ വേറെന്തെങ്കിലും ചോദിക്കടാ മോനെ. റോബോട്ട് ഒഴികെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. റോബോട്ടിനെ വേണോ? റോബോട്ട് പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ